കുറച്ച് ദിവസങ്ങളായിട്ട് ലഞ്ച് ബോക്സിൽ ഫുഡ് കഴിക്കാൻ എന്തോ വല്ലാത്തൊരാഗ്രഹം തോന്നുന്നു. പൊതിച്ചോറിന്റെയും പൊതി ബിരിയാണിയുടെ ഒക്കെ വീഡിയോസ് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയില്ല, ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ലഞ്ച് ബോക്സിൽ കഴിച്ചതുകൊണ്ടായിരിക്കാം. അങ്ങനെ ലഞ്ച് ബോക്സ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് മെഴുക്ക് വരട്ടിയും ഒരു അച്ചാറിന്റെയും കൂടെ എപ്പോഴും എന്തെങ്കിലും ഒരു വറുത്തതോ പൊരിച്ചതോ വെക്കാൻ അമ്മ മറക്കാറില്ലായിരുന്നു. മീനോ ഇറച്ചിയോ ഒന്നും ഇല്ലെങ്കിലും ചെറിയൊരു മുട്ട പൊരിച്ചതാണെങ്കിലും സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച ഒരു ബാല്യകാലം ഉണ്ടായിരുന്നു അല്ലേ. ഞാനിന്ന് ലഞ്ച് ബോക്സിൽ ഫുഡ് കഴിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മോൻ ചോദിക്കുകയാണ്, അമ്മ എന്താ വീണ്ടും സ്കൂൾ കുട്ടിയായോന്ന്. അതൊന്നും നിനക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കോൺവെർസേഷൻ ഞാനങ്ങ് ചുരുക്കി. എല്ലാം പൊതിഞ്ഞു കെട്ടി ബാഗിലാക്കി സ്കൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അമ്മ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഭക്ഷണം തന്നു വിട്ടത് മുഴുവൻ കഴിക്കണേന്ന്. കഴിക്കാമെന്ന് വാക്കൊക്കെ കൊടുത്ത് ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സ് തുറക്കുന്ന സമയത്തായിരിക്കും കുത്തി നിറച്ച് ചോറിട്ടിരിക്കുന്നത് കാണുന്നത്. നമ്മള് വിഷയത്തിൽ നിന്ന് ഒരുപാട് തെന്നി മാറുന്നു എന്ന് തോന്നുന്നു. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാനിവിടെ കൂന്തൽ എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്നാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ വന്നത്. ഈ കൂന്തൽ എനിക്ക് എന്താണ് ഇത്രയ്ക്ക് ഇഷ്ടാവാൻ കാരണം എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ എൻ്റെ ബാല്യകാലത്ത് ഞാൻ അധികം കഴിച്ചിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും. ഞങ്ങൾക്കങ്ങനെ കൂന്തൽ എപ്പോഴും ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. പക്ഷേ ഉള്ളപ്പോഴെല്ലാം വാങ്ങിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് തരാൻ അമ്മ ശ്രമിക്കാറുണ്ട്. ഇവിടെ മാക്സിമം ഫിഷ് എല്ലാം ഞാൻ ക്ലീൻ ചെയ്താണ് വാങ്ങിക്കാറുള്ളത്. കട്ട് ചെയ്യുന്ന പണി മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അത് ഇതുപോലെ ഫ്രൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ വളരെ സ്ലൈസ് ആക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഹെഡ് ക്ലീൻ ചെയ്യുന്നതും ഞാൻ കാണിച്ചിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂന്തൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഫ്രൈ ചെയ്യാനാണ് കേട്ടോ ഞാൻ ശ്രമിക്കാറ്. അത്രയും ടേസ്റ്റ് വേറെ എന്ത് ചെയ്താലും കിട്ടാറില്ല. ഈ ഫിഷിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ എത്ര കിലോ ആണ് വാങ്ങിക്കുന്നത്, അത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഒരുപാട് പോകുമൊന്നുമില്ല. വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ വേസ്റ്റായി പോകുള്ളൂ. പിന്നെതാ ഈ ഫ്രൈ ചെയ്യുന്ന പരിപാടി ഭയങ്കര സിമ്പിളാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പൗഡർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അരിപ്പൊടി, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി. അത് ആവശ്യത്തിന് എരിവ് വേണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഞാനിവിടെ വളരെ കുറച്ച് എമൗണ്ടാണ് എല്ലാം എടുത്തിട്ടുള്ളത്. കുട്ടികൾ കൂടെ കഴിക്കുന്നതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ച് വേണം എനിക്കിതിൽ മസാലകളൊക്കെ മിക്സ് ചെയ്യാനായിട്ട്. ഇത്രയും മസാലകൾ മാത്രം മിക്സ് ചെയ്ത് ഒരു നുള്ള വെളിച്ചെണ്ണയുടെ കൂടെയാണ് കേട്ടോ ഞാനത് മിക്സ് ചെയ്ത് അടച്ചു വെക്കുന്നത്. കുറഞ്ഞതൊരു 1-2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് വർദ്ധിക്കാനേ പോകുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ലൊരു സോസ് പാനിൽ വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ട് ഇത് വറുത്തെടുക്കാം. വറുത്ത് മാക്സിമം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് വാങ്ങിച്ചെടുക്കാം. ചെറുതായിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിലേക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചെറിയൊരു സപ്പോർട്ട് തരാൻ മറക്കരുത്.